യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ രക്തത്തിനാൽ മാത്രമേ നാം പാപങ്ങളെ കഴുക முடியும். തീർത്ഥാടനങ്ങൾ നടത്തിയതുകൊണ്ട് നമ്മുടെ പാപം മോചിക്കപ്പെടുകയില്ല. പെരുവിളാക്കൾ നടത്തിനപടിയാൽ നമ്മുടെ പാപങ്ങൾക്ക് മീட்பு വരാது. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. പുണ്യ ഇടങ്ങൾക്ക് നാം ചെന്ന പുണ്യ பயணம் சென்றபடியால் നമ്മുടെ പാപങ്ങൾക്ക് മീட்பு கிடைக்காது. തലമുടി വടിച്ചതുകൊണ്ടോ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടോ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. തലമുടിയെ വെട്ടിനാൽ ശരീരത്തെ ഉപദ്രവപ്പെടുത്തിനാലോ അതിനാൽ നമ്മുടെ പാപങ്ങൾക്ക് മன்னிப்பு கிடையாது. ഈ ലോകത്തിലെ ഒരു പ്രവർത്തികളാലും പാപമോചനം സാധ്യമല്ല. ആമേൻ. ഉലകത്തിലുള്ള എന്തൊരു ക്രിയയിനാലും മീட்பு നമുക്ക് கிடைக்காது. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വിളിച്ചു പറയാൻ എന്റെ തൊണ്ടയ്ക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയുമായിരുന്നു. പാപമോചനത്തിന് ഒരേ ഒരു മെഡിസിൻ, അത് യേശുവിന്റെ ചങ്കിൽ നിന്നൊഴുകിയ തന്റെ രക്തമാണ്. ആമേൻ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയിലും ചൊല്ലുവதற்கான കപ്പാസിറ്റി എൻ തൊണ്ടയ്ക്ക് இருக்குமானால் நான் கூப்பிட்டு சொல்லுவேன். ஒரு மனுஷனுடைய பாவத்தில் மீட்பை கொடுப்பதற்கு இவ்வுலகத்தில் எந்த காரியத்துக்கும் இல்லாமல் போகிற இடத்தில் இயேசு கிறிஸ்துவின் பரிசுத்த இரத்தத்தினால் மீட்பு உண்டு என்று சொல்ல முடியும். നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ ഏക രക്തം, അത് യേശുവിന്റെ രക്തമാണ്. നമ്മുടെ പാവങ്ങളെ കഴുകി ശുദ്ധീകരിക്കുம்படி ഒരേ രക്തം, അത് യേശു ക്രിസ്തുവിന്റെ രക്തം.